ദാ നിന്റെ ബാപ്പ. ഇതാ മോളെ ഇക്കൊല്ലത്തെ പെരുന്നാൾ പുടവ. അങ്ങനെ അങ്ങ് കൊണ്ടുപോയാലോ? ഞങ്ങളും കാണട്ടെ. ഇതാണോ ബാപ്പ കുഞ്ഞാരമൊക്കെ കൊണ്ടുവന്ന പെരുന്നാൾ ഡ്രസ്? ഇതിവിടെ കൂലിപ്പണിക്ക് നടക്കുന്ന പെണ്ണുങ്ങൾ പോലും ഉടുക്കത്തില്ല. ദാ നോക്ക്, സ്വപ്നയുടെ ബാപ്പ അവൾക്ക് കൊണ്ടുവന്നിരിക്കുന്ന പെരുന്നാൾ പുടവ. അന്തസ്സുള്ളവർ അങ്ങനെയാ. ഇതിന്റെ ഒന്നും ആവശ്യം ഇപ്പൊ ഇവിടെ ഇല്ല. അതും ഇത്രക്ക് വില കൂടിയ തുണിയാണ്. കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായി വരുന്ന പെരുന്നാളല്ലേ എന്ന് വെച്ച് ചുമക്കാൻ വയ്യാത്ത ഭാരം എടുത്ത് തലയിൽ വെക്കണം. മാമയ്ക്ക് മകളായിട്ട് നൂർജ് മാത്രമല്ലല്ലോ, താഴെയും വേറെ പെൺകുട്ടികളില്ലേ. അവർക്കും കല്യാണ പ്രായമായി വരികയാണെന്നുള്ള വിചാരം മാമയ്ക്ക് വേണം. മേലിതൊന്നും ആവർത്തിക്കരുത്, എനിക്കിഷ്ടമല്ല. കഴിഞ്ഞ തവണ ഞാൻ കൊണ്ടുവന്നിരുന്ന തുണികൾ ഒന്നും മോശമായിരുന്നില്ലല്ലോ. പിന്നെ എന്തിനാ ഈ മാറാപ്പുകളൊക്കെ ഇങ്ങോട്ട് കിട്ടിയെടുത്തു? നോമ്പും പെരുന്നാളും ഒക്കെ വരുമ്പോ മക്കളെ ഓർക്കാതിരിക്കാൻ ഉമ്മബാപ്പമാർ കഴിയൂ? അങ്ങനെ ദേഷ്യപ്പെട്ട് പോയാലാളിയാ. അളി ഇരുന്നാട്ടെ, മാമ പോവുകയാണോ? അമ്മായി കഥയില്ലാതെ എന്തോ പറഞ്ഞെന്ന് വെച്ച്. ഇല്ല സനാലി, ഇവിടെ ഞാനൊരു അധികപ്പറ്റാണ്. ഇതിനു മുമ്പും എനിക്കിവിടുന്ന് മാനക്കേടെ കിട്ടിയിട്ട് ഇനി താങ്ങാനുള്ള കരുത്ത് എനിക്കില്ല. നീ കണ്ടതല്ലേ ഞാൻ ആ വീട്ടിൽ നിന്ന് നാണം കെട്ടിറങ്ങിപ്പോണ കാഴ്ച? ആ ഇൻസ്പെക്ടറുടെ മുമ്പിൽ വെച്ച് അവരെന്നെ മനഃപൂർവ്വം കൊച്ചാക്കുകയായിരുന്നു. അതേ ഇൻസ്പെക്ടറുടെ മുമ്പിൽ വെച്ച് എനിക്ക് അവരോട് പകരം ചോദിക്കാൻ വയ്യാഞ്ഞിട്ടല്ല. ഞാനതിന് തുനിഞ്ഞാൽ ആ കുടുംബം തകരും. അതിന്റെ ചീത്തപ്പേര് മുഴുവൻ വന്ന് വീഴുന്നത് എന്റെ മകളുടെ തലയിലായിരിക്കും. ഹസനാലിക്കറിയാമല്ലോ, സ്ത്രീധനം വാങ്ങുന്ന കാര്യത്തിൽ ഷമീർ എതിരാണ്. പക്ഷെ അവിടെ നടന്നത് എന്താണെന്നറിയാമോ? നൂർജഹാൻ കല്യാണപ്രായം കഴിഞ്ഞ് നിൽക്കുകയാണെന്ന് അളിയൻ അറിയാമല്ലോ. മരിക്കുന്നതിന് മുമ്പ് അതൊന്ന് നടന്നു കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. മോളുടെ കല്യാണത്തിന് പലരും സഹായം വേണമായിരിക്കും. വല്ലവരുടെയും മുമ്പിൽ കൈനീട്ടിക്കൊണ്ട് അവളുടെ വിവാഹം നടത്തണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. അങ്ങനെ ഗതികേട് വരികയാണെങ്കിൽ കുറച്ച് വിഷം വാങ്ങി അവൾക്കും കൊടുത്ത് ഞാനും കഴിക്കും. അളിയനല്ലെങ്കിലും പണ്ടേ ഒരു അഭിമാനിയാണല്ലോ. നൂർജഹാന്റെ ഉമ്മ മരിക്കാൻ നേരത്ത് ഷമീറിനെ കൊണ്ട് അവളെ കെട്ടിക്കാമെന്ന് അളിയൻ അവളുടെ ഉമ്മയ്ക്ക് വാക്ക് കൊടുത്തിരുന്നു. അത് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ വന്നത്. ഒന്നും ഞാൻ മറന്നിട്ടില്ല. മറക്കാതിരുന്നിട്ടെന്താ? അന്നത്തെ കാലമാണോ ഇന്ന്? ഇന്നിപ്പോ ഷമീറിന് വല്ലതും കാര്യമായിട്ട് കിട്ടാനുള്ള ചുറ്റുപാടുണ്ട്. 50 പവന്റെ സ്വർണവും 50,000 രൂപയും തരാമെന്ന് പറഞ്ഞ കാര്യം ഞങ്ങൾ വേണ്ടെന്ന് വെച്ചിരിക്ക. ഒരു കച്ചവടത്തിനായി ഞാൻ ഇങ്ങോട്ട് വന്നിട്ടില്ല. തന്നെയുമല്ല, നൂർജഹാനെ മാത്രം കെട്ടിച്ചയച്ചാ പോരല്ലോ, താഴെ 2 എണ്ണം വേറെയുമുണ്ട്. അളിയന് പെങ്ങൾക്ക് കൊടുത്ത് വാക്ക് പാലിക്കാൻ കഴിയില്ലെങ്കിൽ എനിക്ക് അതേക്കുറിച്ചൊന്നും പറയാനില്ല. പോകാൻ വരട്ടെ, അളിയനിരിക്കെ. എന്താ വേണ്ടത്? എന്നോടാണ് ചോദിക്കുന്നത്. ഒന്നും കിട്ടാതെ ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ടുവന്ന് ചിലവിന് കൊടുക്കാൻ പറ്റില്ല. എന്റെ അറിവ് ശരിയാണെങ്കിൽ നൂർജിഹാനെ കല്യാണം കഴിക്കുന്നതാണ് ഷമീറിന് ഇഷ്ടം. ആ നിലയ്ക്ക് നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു നീക്കുപോക്ക് ഉണ്ടാകുന്നതാണ് നല്ലത്. ബാപ്പയ്ക്കും മോനും അതാണ് ഇഷ്ടമെങ്കിൽ ഞാൻ കടുംപിടുത്തം പിടിച്ചിട്ടെന്താ? പക്ഷെ ഒരു കാര്യം, കുറഞ്ഞത് 25,000 രൂപയും 25 പവന്റെ സ്വർണവും കിട്ടാതെ ഈ കല്യാണം നടത്താൻ പറ്റില്ല. 25,000 രൂപയും 25 പവന്റെ ആഭരണം. ഇൻഷാ അല്ലാഹ് നോക്കട്ടെ. പൊന്നും പണവും തരുന്നത് യാതൊരു കാരണവശാലും ഷമീർ അറിഞ്ഞു പോകരുത്. കാശ് വാങ്ങി കല്യാണം കഴിക്കുന്നതിൽ അവൻ എതിരാ. അവൻ അറിഞ്ഞാൽ ഈ കല്യാണം നടക്കലുണ്ടാവില്ല.
ഇതാ ചായയും കൈ വെച്ചോണ്ട് ബാപ്പയെന്താ ഇത്ര കാര്യമായിട്ട് ആലോചിക്കുന്നത്? ഏതോ യുദ്ധത്തിനുള്ള പുറപ്പാട് പോലെ. നേരാ മോളെ, യുദ്ധത്തിനുള്ള പുറപ്പാട് തന്നെ. പ്രായമായ പെൺമക്കളുള്ള ഉമ്മ ബാപ്പമാരുടെ മനസ്സ് എപ്പോഴും യുദ്ധക്കളമായിരിക്കും. ഒന്നല്ല, 3 പേരാ. നിന്നെയെങ്കിലും കെട്ടിച്ചയക്കാൻ സാധിച്ചെങ്കിൽ ആ ഭാരമെങ്കിലും ബാപ്പയ്ക്ക് കുറഞ്ഞു കിട്ടും അല്ലേ ബാപ്പ? ഭാരം ചുമക്കുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും മോളെ. ഷമീർ നീയുമായുള്ള കല്യാണം ഉറപ്പിച്ചെങ്കിലും അത് നടത്തി കിട്ടുന്ന കാര്യം ഓർക്കുമ്പോൾ മനസ്സിനൊരു സമാധാനവുമില്ല. സ്ത്രീധനം കൊടുക്കേണ്ട കാര്യത്തെക്കുറിച്ചാവും ബാപ്പയുടെ ചിന്ത. സ്ത്രീധനം കൊടുത്ത് എന്നെ ഇപ്പൊ കെട്ടിച്ചയക്കണ്ട. അതല്ല മോളെ, സ്ത്രീധനം വാങ്ങി കല്യാണം കഴിക്കുന്ന കാര്യത്തിൽ ഷമീറിന് എതിർപ്പാ. അവനത് സമ്മതിക്കുകയില്ല. നമ്മ പോലെയാണോ ഷമീർ? അവന്റെ മാന്യതയ്ക്കനുസരിച്ച കല്യാണമെങ്കിലും നടത്തണ്ടേ? ബാപ്പയുടെ മനസ്സിലിരിപ്പ് എനിക്ക് മനസ്സിലായി. ഈ വീടിന്മേലും പറമ്പിന്മേലും കടം വരുത്തി വെക്കാനല്ലേ ബാപ്പയുടെ പരിപാടി? വേറെ ഒരു മാർഗവും ബാപ്പ കാണുന്നില്ല മോളെ. അങ്ങനെ ഈ കല്യാണം നടത്തണ്ട. നീ എന്താ പറഞ്ഞത്? കല്യാണം നടത്തണ്ടെന്ന്? ബാപ്പയും അനിയത്തിമാരെയും വഴിയാധാരമാക്കിയിട്ട് ഒരു സുഖജീവിതം ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ബാപ്പ. അതിനേക്കാൾ ഭേദം ബാപ്പ എന്നെ കൊല്ലുകയാണ്. അവരും കൂടി ഉപ്പാടെ വീട്ടിൽ കയറുക. നോക്ക. അസ്സലാമു അലൈക്കും. അലൈക്കും സലാം. ഇരിക്കെ. ബാമക്കളെ, അല്ല, ഇതെന്ത് കഥ? വീടും കുടിയും ഉമ്മവാപ്പമാരും ഒക്കെ ഉണ്ടെന്നുള്ള വിചാരം എന്റെ മോക്ക് എന്നാണ് തോന്നി തുടങ്ങിയത്? ആശ്ചര്യം തന്നെ. ഒരിടത്തേക്ക് കടക്കാനായി മാത്രം ആരും പാനം പണിയാറില്ലല്ലോ. മോളെ കാണണമെന്ന ആശ ഉമ്മ ബാപ്പമാർക്കില്ല. പിന്നെ മോൾക്ക് മാത്രം അതുണ്ടാവണമെന്താ? ഏത് നാണക്കേടും അനുഭവിക്കാൻ തയ്യാറായിട്ട് വേണമല്ലോ ഈ വീട്ടിൽ കാലുകൂട്ടാൻ. ഒരു കാരണവും കൂടാതല്ലേ അമ്മായി ആ അൻസാരി മാമയെ ഈ വീട്ടിൽ നിന്ന് നാണം കെടുത്തി ഇറക്കി വിട്ടത്? അയാളത് അനുഭവിക്കേണ്ടവനാ. വാക്കിന് വ്യവസ്ഥയില്ലാത്ത ഹിമാറുകാക്ക. ഞങ്ങളിപ്പോ വന്നത് വേറൊരു കാര്യത്തിന്. എന്റെ സ്ത്രീധനം വാങ്ങിക്കാൻ ചുരുങ്ങിയത് 50,000 രൂപയെങ്കിലും കിട്ടണം. എന്നാലേ സൗദാബിയൻ കുട്ടികളെ ഞാൻ കൊണ്ടുപോകും. ഇതെന്ത് കഥ? കല്യാണം കഴിഞ്ഞിട്ട് കൊല്ലം ഒരുപാടായി, കൊച്ചുങ്ങളും 3ആയി. എന്നിട്ട് ഇപ്പോഴാണോ സ്ത്രീധനം ചോദിച്ചു വരുന്നത്? ബാമക്കളെ, എന്ത് അവകാശത്തിന്റെ പേരില അസനാലി ഇപ്പൊ സ്ത്രീധനം ചോദിച്ചു വന്നിരിക്കുന്നത്? അമ്മായി, എന്ത് അവകാശത്തിന്റെ പേരില അമ്മായി അമ്മായിയുടെ മക്കൾക്ക് സ്ത്രീധനം വാങ്ങിയത്? അവർക്കതിനുള്ള അർഹതയുണ്ടായിട്ട്. സൗദാബിയെ ഞാൻ കല്യാണം കഴിക്കുമ്പോ അമ്മായി പറഞ്ഞ അർഹത കുറച്ചൊക്കെ എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ഞാൻ സ്ത്രീധനം വാങ്ങാൻ ശ്രമിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ മകളുടെ കല്യാണം നടക്കുമായിരുന്നില്ല. അന്ന് എനിക്ക് സ്ത്രീധനം തരാൻ നിങ്ങളുടെ പക്കൽ 10 പൈസ പോലും ഉണ്ടായിരുന്നു. ഇന്ന് എനിക്ക് എന്റെ സ്ത്രീധനം കിട്ടിയേ പറ്റൂ. ഓടി വന്ന് ചോദിക്കുമ്പോൾ എടുത്തു തരാൻ ഇവിടെ നോട്ടടിയൊന്നുമില്ല. എന്തിനാണ് അമ്മായി എന്റെ മുമ്പിൽ ഈ ഒളിച്ചുകളി? അയ്യൂബിന്റെ പെൺവീട്ടുകാരിൽ നിന്നും 1 ലക്ഷം രൂപയും 50 പവന്റെ സ്വർണവും ഒരു കാറും നിങ്ങൾ വാങ്ങിച്ചില്ലേ? അവർ പണക്കാരാണെന്ന് വെക്കാം. പാവപ്പെട്ട അൻസാരി മാമയുടെ കയ്യിൽ നിന്ന് 25,000 രൂപ നിങ്ങൾ സ്ത്രീധനമായിട്ട് വാങ്ങിച്ചില്ലേ? പച്ചക്കള്ളം. ആരാണ് അസനാലിയോട് പറഞ്ഞത്? പറഞ്ഞത് ആരായാലെന്താ? താമസിച്ചിരുന്ന വീടും പറമ്പും വിറ്റിട്ടാ നിങ്ങൾക്ക് ആ പാവം കാശ് തന്നത്. 25,000 രൂപ തന്നതാണോ ഇത്ര വലിയ കാര്യം? നേര് പറഞ്ഞ അയാൾ ഞങ്ങളെ ചതിക്കായിരുന്നു. അസനാലിക്ക് അറിയില്ല. 25 പവന്റെ സ്വർണം ഇട്ടുകൊണ്ട് കല്യാണം നടത്താമെന്നാണ് അയാൾ ഏറ്റിരുന്നത്. എന്നിട്ട് ഇവിടെ നടന്നത് എന്താണെന്ന് അറിയാമോ? ആദ്യ വിരുന്ന് കഴിഞ്ഞു വന്ന പിറ്റേ ദിവസം, മോളെ, ഇവിടെ കള്ളന്മാരുടെ ശല്യം കുറച്ച് കൂടുതലാ. നിന്റെ പണ്ടങ്ങളൊക്കെ ഇങ്ങ് തന്നേക്ക്. ഞാൻ എന്റെ സേഫിൽ വെച്ച് പൂട്ടിയേക്കാം. ശരി അമ്മായി. ആ, വളകൾ കയ്യിൽ തന്നെ കിടക്കട്ടെ. ഇതിന്റെ കൃത്യമായ തൂക്കം അറിയണം. എന്തിനാ പേരെ തൂക്കം അറിയുന്നത്? മനസ്സിലാക്കാൻ. അല്ല എന്തിനാ? ആരെങ്കിലും റോൾഡ് ഗോൾഡിന്റെ തൂക്കം നോക്കൂ. നിങ്ങൾ പോയിക്കോ. എടി, ഇതെല്ലാം മുക്കുപണ്ടങ്ങളാണല്ലേടി? മുക്കുപണ്ടങ്ങളോ? അല്ല, തങ്കം, 10
മാറ്റി തങ്കം. ഒന്നും അറിയാത്ത കൊച്ചുകുട്ടിയെ പോലുള്ള അവളുടെ ഭാവം കണ്ടില്ലേ? പഠിച്ച കള്ളി തന്നെ. സത്യമായിട്ടും എനിക്കൊന്നും അറിയില്ല. അങ്ങനെ പറയാൻ ബാപ്പ പഠിപ്പിച്ചു വിട്ടതാവും. 25 പവന്റെ സ്വർണം കൊടുത്ത് മകളെ കെട്ടിച്ചയക്കാമെന്ന് പറഞ്ഞിട്ട് എന്താ അവിടെ ഒരു ബഹളം? ബഹളമോ? എന്താണെന്ന് മരുമകളോട് തന്നെ ചോദിക്കും. നിങ്ങളുടെ പുന്നാര അളിയൻ ചെയ്തു വെച്ചിരിക്കുന്ന ദലത്തിനും കണ്ടില്ലേ? മുക്കുകൊണ്ടെങ്കിൽ ഇട്ടുകൊണ്ട് ഇവിടെ കെട്ടിച്ചയച്ചിരിക്കുന്നു. ദാ നോക്ക്. ഈ കുടുംബത്തെ അപമാനിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് ആ മനുഷ്യൻ ഇത് ചെയ്തിരിക്കുന്നത്. അയാളെ വരുത്തി ആ മുഖത്ത് നോക്കി എനിക്ക് 4 വാക്ക് സംസാരിക്കണം. അതൊന്നും വേണ്ട നമ്മള. 2 കൈയും കൂട്ടിയടിച്ച് ശബ്ദം ഉണ്ടാക്കുന്ന കുറച്ചിലാ. ഇത് കുറച്ചിലല്ല. ഓ, നിങ്ങളുടെ അളിയനാണല്ലോ. എന്തു വന്നാലും ശരി, നാളെ അയാളെ വിളിച്ചിട്ട് തന്നെ വേറെ കാര്യം. ഈ വീട്ടിൽ കാലെടുത്ത് കുത്തിയ ഉടനെ എന്നെപ്പറ്റി ഇങ്ങനൊരു ധാരണ അമ്മായിക്കുണ്ടായല്ലോ. സത്യത്തിൽ മുക്കുബന്ധങ്ങളാണെന്നുള്ള വിവരം എനിക്കറിയില്ലായിരുന്നു. നീ പറയുന്നത് വാസ്തവമായിരിക്കാം, ആണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഉമ്മ നിന്നെപ്പറ്റി അങ്ങനെ വിചാരിച്ചതിൽ തെറ്റ് പറയാനാവില്ല. ഉമ്മയുടെ സ്ഥാനത്ത് ആരായാലും അങ്ങനെ ചിന്തിക്കും. ഏതായാലും നിന്റെ ബാപ്പയ്ക്ക് ഇങ്ങനെ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. പണത്തിന്റെ കുറവായിരുന്നെങ്കിൽ ആ വിവരം ഞങ്ങളെ അറിയിച്ചാൽ വേണ്ടത് ഞങ്ങൾ ചെയ്യുമായിരുന്നല്ലോ. ഏതായാലും ഒരു കഷ്ടമായിപ്പോയി. ഇരിക്കെ. എന്തിനാ എനിക്ക് ആളെ പറഞ്ഞയച്ചത്? ഞാനാ ആളെ പറഞ്ഞയച്ചത്. ഈ മുക്കുകൊണ്ടെന്ന് ഇട്ടുകൊണ്ട് മകളെ ഇങ്ങോട്ട് കെട്ടിച്ചയക്കാൻ നിങ്ങൾക്ക് ചങ്കുറപ്പുണ്ടായല്ലോ മനുഷ്യ. എന്റെ മകൻ ഷമീർ ഒരു കൊച്ചുകാശിനും കൊള്ളാത്ത വെറും പീറയാണ് നിങ്ങൾ വിചാരിച്ചോ? ഒരു പീറയ്ക്കും സ്വന്തം മകളെ കെട്ടിച്ചു കൊടുക്കാൻ ഒരു ബാപ്പയും തയ്യാറാവില്ല. നിങ്ങൾ ആവശ്യപ്പെട്ട 25 പവന്റെ സ്വർണ്ണപ്പണ്ടങ്ങൾ ഇട്ടുകൊണ്ട് തന്നെ നൂർജഹാനെ കെട്ടിച്ചയക്കാനായിരുന്നു എന്റെ ആഗ്രഹം. ആ ഉദ്ദേശത്തോടെയാണ് ഞാൻ താമസിച്ചിരുന്ന വീടും പറമ്പും കുഞ്ഞബ്ദുള്ളയ്ക്ക് വിറ്റത്. പക്ഷെ അവസാന നിമിഷത്തിൽ പണം തരാതെ അയാൾ എന്നെ ചതിച്ചു കളഞ്ഞു. ഈ വിവരങ്ങളെല്ലാം അളിയനോട് ഞാൻ പറഞ്ഞിരുന്നതാണ്. എന്നോടൊന്ന് പറഞ്ഞെന്ന് കല്യാണത്തിന് തലേദിവസം ഓടിക്കളിച്ചു വന്ന് കല്യാണം നീട്ടി വെക്കണമെന്ന് പറഞ്ഞാൽ നിശ്ചയിച്ച ദിവസം തന്നെ കല്യാണം നടത്തണമെങ്കിൽ പുതുപെണ്ണിന് തൽക്കാലം മുക്കുപണ്ടങ്ങളെ ഇടാനാവുമെന്ന് ഞാൻ അളിയനോട് പറഞ്ഞതല്ലേ. അളിയൻ അങ്ങനെ പറഞ്ഞെങ്കിലും കുറച്ചെങ്കിലും സ്വർണ്ണപ്പണ്ടങ്ങൾ ഇട്ട് അവളെ അയക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ചേച്ചേ, വളരെ മോശമായിപ്പോയി. അപ്പോ നിങ്ങൾ ഈ കള്ളക്കളിക്ക് കൂട്ടുനിന്നു അല്ലേ? മകനെ കൊണ്ട് പെങ്ങളുടെ മകളെ കെട്ടിക്കാനുള്ള വാശിയായിരുന്നു നിങ്ങൾക്ക്. ഇതിന് പകരം ചോദിച്ചില്ലെങ്കിൽ എന്റെ പേര് റംല എന്നല്ല. ഇതൊക്കെ മുക്കുപണ്ടങ്ങളാണെന്നുള്ള സത്യം എന്നോടെങ്കിലും ബാബയ്ക്ക് തുറന്നു പറയാമായിരുന്നു. മറ്റുള്ളവരുടെയൊക്കെ മുൻപിൽ ഞാനിപ്പോ ഒരു കള്ളിയായി. ഇങ്ങനെ ഒരു കൊലച്ചതി ബാപ്പ എന്നോട് ചെയ്തല്ലോ. മോളെ, നീയും പാപ്പാനെ കുറ്റപ്പെടുത്താണ് അല്ലേ നൂർജഹു? ഇതൊക്കെ നൂർജഹാൻ കല്യാണത്തിന് അണിഞ്ഞിരുന്ന ആഭരണങ്ങൾ തന്നെയാണല്ലോ. എന്താ സംശയം? എല്ലാം അവൾ ഇട്ടിരുന്ന തന്നെ. ഇതിന്റെ പേരിലാണോ ഇവിടെ ഈ ബഹളങ്ങളൊക്കെ നടന്നത്? ഇതെല്ലാം സ്വർണ്ണപ്പണ്ടങ്ങളാണ്. സ്വർണ്ണ പണ്ടങ്ങളോ? പിന്നെ മുക്കാണോ? മാമ നോക്കി. ഇത് സ്വർണമാണല്ലോ. ഇത് സ്വർണമാണ്. അതെ, ഇത് സ്വർണം തന്നെ.